കൊള്ളക്കേസുമായി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അതായത് CPM ഒരു അംഗത്തെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അയാളുടെ വായിൽ നിന്ന് ആരുടെയൊക്കെ പേര് വീഴും എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വലിയ എന്താ പറയാ നിഗൂഢമായി നിൽക്കുകയാണ്. CPM ഒക്കെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുക്കാൻ പോകുന്നു. ഈ വമ്പന്മാരൊക്കെ വലിയ വീഴുവോ? അയ്യപ്പൻ വീഴ്ത്തുവോ? വീഴേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ വന്ന് SIT ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഉള്ളി പൊളിക്കുന്നത് പോലെ ഇങ്ങനെ അടരുകളായിട്ട് പൊളിച്ച് അവസാനം ചെല്ലുമ്പോൾ ഒന്നുമില്ലാതായി തീരുമോ എന്നുള്ളൊരു ശൂന്യതാബോധമാണ് എന്നെ ഭരിക്കുന്നത്. എന്തായാലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ സുധീഷ് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ മതി. ഇതിൽ വൻതോതിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടുകൂടി നടന്നതാണ് എന്ന് സ്പഷ്ടമായിട്ട് ബോധിപ്പിക്കാൻ പ്രാപ്തമായ ഒരു മൊഴിയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ SITക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, എങ്ങനെ സ്വർണമാണ് എന്നറിഞ്ഞിട്ടും ചെമ്പുപാളികളാണ് എന്ന ആ പ്രസ്താവനയിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു? അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരവ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മുകളിൽ നിന്ന് വന്ന ഉത്തരവ് അനുസരിക്കുക മാത്രമായിരുന്നു. അതാണ് കീഴ്വഴക്കം. ഹയറാർക്കി പ്രകാരം മേളിൽ നിന്ന് ഒരാൾ പറയുക ഇത് ചെമ്പല്ല, ഇത് പൊന്നല്ല, ചെമ്പാണെന്ന് നിങ്ങൾ ഉത്തരവിട്ട് ഒപ്പിട്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒപ്പിട്ടില്ലെങ്കിൽ അത് അച്ചടക്ക ലംഘനമാണ്. അങ്ങനെ മാസത്തിൽ 3 തവണ മാറ്റപ്പെട്ട കമ്മീഷണർമാരൊക്കെ ഉണ്ട് ശബരിമലയിൽ. ഉത്തരവ് ലംഘിച്ചതിന്, നേരിനോടൊപ്പം നിന്നതിന്, സത്യത്തോടൊപ്പം നിന്നതിന്. അപ്പോൾ ഈ അവർ പറയുന്നത് അങ്ങ് കണ്ണുമടച്ചനുസരിച്ച് വെളിച്ചത്തെ ഇരുട്ടാക്കി മാറ്റി സ്വർണത്തെ ചെമ്പാക്കി മാറ്റി ഒപ്പിട്ടാൽ അവിടെ കുറച്ചു കാലം കൂടി അവിടെ ആ ഓഫീസിലിരിക്കാം. അല്ലെങ്കിൽ സ്ഥലം മാറ്റം, പിന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ. ഇത് തന്നെയാണ് നമ്മൾ കാണുന്ന RTO ഓഫീസുകളിലും. ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഡ്രൈവിങ്ങേ അറിയാത്ത ആൾക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുത്തോണം, ഇന്ന ആൾക്ക് കൊടുത്തോണമെന്ന് പറഞ്ഞാൽ കൊടുത്തോണം. ഇത് അനുസരിക്കാത്ത RTO ഓഫീസർ അവിടെ ഇരിക്കില്ല. അതുപോലെ ഏജൻറ്റുമാരിൽ നിന്നുള്ള പണം പിടുങ്ങുന്നുണ്ടല്ലോ, ആ പണം പിടുങ്ങുന്നതിൻ്റെ ഷെയർ MLA കിട്ടിയില്ലെങ്കിൽ MLA പിടിച്ചു പറയും നമുക്ക് ഷെയർ കിട്ടിയിട്ടില്ല, പാർട്ടിക്ക് ഫണ്ടും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇവനെ ഇവിടുന്ന് മാറ്റണം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തിനടുത്തൊരു അമരവിള ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന അവനെങ്കിൽ 5 പൈസയ്ക്ക് വരുമാനം കിട്ടാത്ത ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റിലേക്ക് മാറ്റും. പാലക്കാട് ചെക്ക് പോസ്റ്റിൽ നിന്നാണെങ്കിൽ അമരവിള കിട്ടും, അതുപോലെ അതിർത്തിയല്ലേ പാലക്കാടും കിട്ടും. പക്ഷേ ഇവിടെ വേറെ ഇടയ്ക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴും കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. അതാണ് സ്ഥിതി. അപ്പോൾ അവരെ വേറെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാമല്ലോ, ഒന്നും കിട്ടാത്തടത്തേക്ക് പോസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ്. പേടിച്ച് പാവം ശരി എന്ന് പറഞ്ഞ് അതിലങ്ങ് തുലാൻ ചാർത്തി. അതാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം ആരോടാ? SITയോടാണ് പറഞ്ഞത്. ഇതാണ് വാസ്തവമാണിത്. ഇത് സത്യസന്ധ. ആ കാര്യത്തിൽ അദ്ദേഹം കള്ളമാണ്, ഒപ്പിട്ടത് കള്ളമാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞത് സത്യമാണ്. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ഇനിയിപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്ന പത്മകുമാറിൻ്റെ അടുത്തേക്കാണ്. അന്നത്തെ പത്മകുമാറും കാരണം എക്സിക്യൂട്ടീവ് ഓഫീസർ എനിക്ക് മുകളിലുള്ളവരെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേറെ ആരുമല്ല, പത്മകുമാർ തന്നെയാണ്. ദേവസ്വം ബോർഡ് ചെയർമാൻ തന്നെയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അധ്യക്ഷത വഹിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിലോട്ട് ചെല്ലുമ്പോഴും അദ്ദേഹം മുന്നേ തന്നെ പറഞ്ഞിരിക്കുന്നു, വാൺ ചെയ്തിരിക്കുന്നു. അദ്ദേഹം പിന്നെ പറയുന്നത് ഞാൻ ഉന്നതന്മാരെ മുഴുവൻ കൊടുക്കും, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തെളിവും വേണ്ട. ശരി, അതിനിടയ്ക്ക് ഒരു 2019 ഒരു മന്ത്രിയുടെ പേരൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അതിന്റെ അന്വേഷണത്തിലേക്ക് വല്ല വഴിത്തിരിവും വരാൻ സാധ്യത ഇതുവരെ വന്നിട്ടില്ല. മന്ത്രി അറസ്റ്റിലാവുമോ? അങ്ങനെയാണെങ്കിൽ അറസ്റ്റിലാവേണ്ടതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തമോഗർത്തങ്ങളിലേക്ക് നമ്മൾ പോകും. നമ്മൾ ഈ പിന്നെ പറയുന്ന ഇതാ പറയുന്നത് ഗോള സമൂഹത്തിൻ്റെ ആ ഒരു പ്രപഞ്ചത്തിലേക്ക് പോകുമ്പോൾ ചില തമോഗർത്തങ്ങൾ വരും എന്ന് പറയുന്ന പോലെ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും ചില തമോഗർത്തങ്ങളിലേക്ക് പോകും. ഹൈക്കോടതി നേരിട്ടിറങ്ങിയ വല്ല രക്ഷയുണ്ടോ? ഹൈക്കോടതിയുടെ കീഴിലാണല്ലോ ഇത് നടക്കുന്നത്. നേരിട്ടല്ല ഇറങ്ങാൻ അവർക്ക് സംവിധാനമില്ലല്ലോ. ഇത് വഴിയേ നടക്കും. അവർക്ക് ഇത് കണ്ട് കിട്ടിയ വസ്തുതകൾ വെച്ചിട്ട് വിധി പറയാനേ അവർക്ക് വിധിയുള്ളൂ. പിന്നെ അല്ലാതെ ഒരു അമിക്കസ് ക്യൂരിയെ അയക്കുക, അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. വലിയ പരിമിതിയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വമാണ് ഏറ്റവും വലിയ ശക്തി. അവർ വിരട്ടിയാൽ വിരളും.
ആ തരത്തിലുള്ള ആൾക്കാരാണ് ഈ SIT-യിലുള്ളത്. SP പിന്നെ അല്ല വെങ്കടേഷ് പോലും ADG വെങ്കടേഷ് പോലും ആ തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഗവൺമെൻറ് പൊളിറ്റിക്കൽ പവറല്ലേ ഇത് മാസങ്ങൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം സാധ്യത ഞാൻ കാണുന്നത് ഇപ്പോൾ 6 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും. വിജ്ഞാപനം വന്നു കഴിയുമ്പോൾ പിന്നെ ഇവർക്കൊന്നും രാഷ്ട്രീയ അധികാരികൾക്കൊന്നും അധികാരമില്ലാതാവും. പിന്നെ വരുന്നത് ആർക്കാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഴുവൻ പൊളിറ്റിക്കൽ പവറും വരുന്നത്. എനിക്ക് അവിടെ ഈ രാഷ്ട്രീയ ഗവൺമെൻറ് നടപടികളൊക്കെ മരവിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു അവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SIT-ക്ക് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ വീണ്ടും ഇതേ ഗവൺമെൻറ് തന്നെയാണ് വരുന്നതെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. ഇപ്പോഴത്തെ വളരെ സ്ലോ ആയിട്ടാണ് ഇവരുടെ അന്വേഷണം നടപടികൾ മുന്നോട്ട് നീങ്ങുന്നത്. സംശയമൊന്നുമില്ല. കോടതി നേതൃത്വം വഹിക്കുന്നുണ്ടെങ്കിലും കോടതി അതിന് സൂപ്പർവിഷൻ നടത്തുന്നുണ്ടെങ്കിലും വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. അതിനുശേഷം വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നീങ്ങാം. കാരണം രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഒഴുകുന്ന ഒന്നാണ് ഈ ഗവൺമെൻറ്റിലെ മുഴുവൻ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളും. ഒഴുക്കിനൊപ്പം നീന്തുക. ഒഴുക്കിനെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെയും അതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള ഈ അശോക് കുമാറിൻ്റെയും ഒക്കെ ഗതിയിലേക്കായിരിക്കും നമ്മൾ പോവുക. കാരണം എതിർത്ത് പറയുന്നവരെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നതും ഹയറാർക്കി എന്ന് പറയുന്നതും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു സ്ലോ ഡൗൺ നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ സ്ലോ ആണെങ്കിലും ശരിയായിട്ടുള്ള കാര്യമാണ്. സുധീഷ് കുമാറിലേക്ക് എത്തിയിരിക്കുന്നു. അടുത്തത് ചെല്ലേണ്ട പത്മകുമാറിലേക്കാണ്. അതിനടുത്ത് ചെല്ലേണ്ടതാണ് ധന്യ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ. ഈ ട്രാക്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ പുണ്യാളനാണെന്നും പറഞ്ഞായിരുന്നല്ലോ ഇരുന്നത് പുഞ്ചിരിച്ചുകൊണ്ട്. എവിടെ? അതുപോലെ മുരാരി ബാബു വലിയ വാചകം അടിച്ച് നെഞ്ചും മരിച്ചാണല്ലോ നടന്നിരുന്നത്. എവിടെ എന്നാൾ മറ്റേ സുമാരൻ നായരുടെ അടുത്ത ആളെന്നും പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് മിണ്ടണില്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹവും അല്ല, അതിനപ്പുറം ഇപ്പോഴത്തെ മന്ത്രി വാസവൻ തന്നെയാണ് ഇത് അവസാനിക്കുന്നില്ല എവിടെയും. വാസവനാണെങ്കിൽ അതിന് പിന്നിൽ കൂട്ടുത്തരവാദിത്തമുള്ള മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. അങ്ങോട്ടാണിത് പോകുന്നത്. പക്ഷേ ഒരു മായിക ശക്തി കൊണ്ട് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് സൂര്യനെ പോലെ നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈൽ പോലെ ഇതെല്ലാം തടുത്ത് നിർത്തി കരിച്ചു കളയുന്ന ഒരു പ്രതിഭാസം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കിതുവരെ പിടികിട്ടിയില്ല. എന്തെത്തിയാലും അങ്ങനെ തന്നെയല്ലേ സാർ? മോളെ വിഷയം വന്നാലും മോന്റെ വിഷയം വന്നാലും ഇങ്ങനെ വിഷയം വന്നാലും എല്ലാം തിരിച്ചടിയും. അല്ല മറ്റേ കേസോ 39 തവണ മാറ്റിവെക്കപ്പെട്ട കേസോ രാവിലെ കേസോ എല്ലാം അത്ഭുതമായ ജാലങ്ങളാൽ ബന്ധിതമാണ്. അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സന്ദേഹിപ്പിക്കുന്നതും സംഭ്രമിപ്പിക്കുന്നതുമായിട്ടുള്ള സത്യം.